നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. 4 വർഷത്തോളമായി പ്ലാസ്റ്റിക് കൂരയിൽ അന്തിയുറങ്ങുന്ന 2 സഹോദരങ്ങളുടെ വാർത്തയാണ് ലൈഫില്ലാത്ത ദുരിത ജീവിതത്തിലൂടെ റൈറ്റ് വിഷൻ പുറത്തെത്തിക്കുന്നത്. പഴയന്നൂർ 9-ാം വാർഡ് വെന്നൂർ പ്രദേശത്തെ തലക്കുന്നത്ത് ലക്ഷ്മി എന്ന 63-കാരിയും സഹോദരൻ ഉണ്ണിക്കണ്ണൻ എന്ന 41-കാരനുമാണ് രോഗവും ഒപ്പം ദുരിത ജീവിതവുമായി കൂരയ്ക്കുള്ളിൽ കഴിയുന്നത്. റൈറ്റ് വിഷൻ വാർത്താ പരമ്പര ലൈഫില്ലാത്ത ദുരിത ജീവിതങ്ങൾ. എനിക്കൊരു വീടില്ല സാധാരണ, എനിക്കൊരു വീടുമില്ല, എനിക്കാണ് ശരീരം കൊണ്ട് വയ്യ. ഉള്ള വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നില്ലേ, അതാണ് ഷെഡ് വെച്ച് ഷെഡും വീടായി. ഞാൻ പെയിൻറ്റിങ് ജോലിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കഴുത്തിൻ്റെ ഒരു ഡിസ്കിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കുറച്ചായിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് മുടങ്ങി കിടക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട്. ഇപ്പോൾ എനിക്ക് പെയിൻറ്റിങ് ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഇപ്പോൾ ഒരു 10-15 കൊല്ലത്തോളമായി. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6-7 കൊല്ലമായി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ചേച്ചിയാണ് ഇപ്പോൾ ആ തൊഴിലുറപ്പിന് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ആ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു വീടില്ല. വീടിപ്പോൾ പഞ്ചായത്തിൽ കുറേ ആയിട്ട് അപേക്ഷിച്ചു. ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ മാനദണ്ഡങ്ങളിലൊന്നും വരുന്നില്ല എന്നാണ് പറയണത്. 400 ഇപ്പോൾ നമ്പർ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മുൻഗണനയിലൊന്നും ഇല്ല. അപ്പോൾ അടുത്തൊന്നും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയില്ല എന്നാണ് മെമ്പറും പറഞ്ഞത്. എനിക്കൊരു വീടില്ല സാധാരണ, എനിക്കൊരു വീടുമില്ല, എനിക്കാണ് ശരീരം കൊണ്ട് വയ്യ. പണിയെടുക്കാനും കൂടി വയ്യാണ്ട അവസ്ഥയിലാണ്. പണിത് കഞ്ഞിടിക്കാനും കൂടി വയ്യ. ഉള്ള വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നില്ലേ, അതാണ് ഷെഡ് വെച്ച് ഷെഡും വീടായി. ഒരു വീടാണ് വെക്കാനാവേണ്ടിയിരിക്കുന്നത്, സാധിക്കാണ്ട്. ഷെഡ് പോലും ഇപ്പോൾ തൽക്കാലമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കിട്ടും പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ആ വീട് പഴയ വീട് പൊളിഞ്ഞ് വീഴാറായതിൻ്റെ ഒരു കൊല്ലം മുമ്പ് ഞങ്ങളിപ്പോൾ ഇതിലേക്ക് മാറിയതാണ്. തൽക്കാലം ഇപ്പോൾ ഒരു കവുങ്ങും ഇതൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ഷെഡ് കെട്ടി. ഇപ്പോൾ 2 കൊല്ലത്തിൻ്റെ ഉള്ളിലും വീട് കിട്ടും വിചാരിച്ചു. ഇപ്പോൾ ഈ വീടും ഇപ്പോൾ ഒരു വീഴാറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പൊളിച്ച് പണിയാൻ തന്നെ നിവൃത്തിയില്ല.